ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. അതിന് മുന്നേ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന ടോപ്പിക്ക് ഒരു 10 പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. സാധാരണ കമ്പനി 2 ടൈപ്പ് ഷെയർസാണ് ഇഷ്യൂ ചെയ്യാറ്. ഒന്ന് ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും. സ്റ്റോക്ക് മാർക്കറ്റിലൂടെ സാധാരണയായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയറാണ് കോമൺ ഷെയർ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നു. ഇതിന് പുറമെ കമ്പനിക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയറും ഇഷ്യൂ ചെയ്യാം, അല്ലേ? അപ്പോൾ എന്താണ് പ്രിഫറൻസ് ഷെയർ? ആ പ്രിഫറൻസ് എന്ന വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത്തരം ഷെയർസിന് ഒരു മുൻഗണന ഉണ്ട് എന്ന് വെച്ചാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ കുറച്ച് പ്രിഫറൻഷ്യൽ റേറ്റ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഏതെല്ലാം കാര്യത്തിലാണ് ആ പ്രിഫറൻഷ്യൽ റേറ്റ് ഉള്ളത്? ഒന്നാമത്തത് ഡിവിഡൻറ്റ്. കമ്പനി ഡിവിഡൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഡിവിഡൻറ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, കമ്പനി വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് എല്ലാം കൊടുത്ത് വിട്ടുന്നു, അതുപോലെ ക്രെഡിറ്റേഴ്സിനെല്ലാം കൊടുത്ത് വിട്ടിയതിൻ്റെ ശേഷം ബാക്കി റിമൈനിങ് ആയിട്ടുള്ള അസറ്റിൽ നിന്ന് ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ളത് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. എന്നിട്ടാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ ഈ 2 കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിഫറൻഷ്യൽ റേറ്റ് എൻജോയ് ചെയ്യുന്നുണ്ട്. ആരെക്കാൾ കൂടുതൽ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ കൂടുതൽ, അല്ലേ? ഫസ്റ്റ് പ്രിഫറൻസ് ആർക്കാണ് അവിടെ കൊടുക്കുന്നത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. അപ്പോൾ അങ്ങനെ പ്രിഫറൻഷ്യൽ റേറ്റ് എൻജോയ് ചെയ്യുന്ന ഷെയർസാണ് പ്രിഫറൻസ് ഷെയർ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് പ്രിഫറൻസ് ഷെയർസിന് ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഡിവിഡൻഡാണ് കൊടുക്കുന്നത്. നമ്മൾക്ക് അറിയാം 7%, 8% പ്രിഫറൻസ് ഷെയർ. അപ്പോൾ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഡിവിഡൻഡാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ളത്. അതുപോലെ വോട്ടിംഗ് റേറ്റ് എന്നുള്ള സംഭവം പ്രിഫറൻസ് ഷെയറിനില്ല. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിലൊന്നും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വലിയ റോളില്ല. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. ഇപ്പോൾ കമ്പനി പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിക്സ്ഡ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റീപേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ പറയുന്നു ചില ടേംസ് ആൻഡ് കണ്ടീഷൻ പ്രകാരം അവർ ഇതിൽ പ്രകാരം ഇത്ര വർഷം കഴിഞ്ഞാൽ അത് റിഡീം ചെയ്യും. അപ്പോൾ കമ്പനി അങ്ങനെ റിഡീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുന്നു? ആ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നു. അതിനെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അത് കമ്പനീസ് ആക്ട് 2013 അത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡീം ചെയ്യാൻ പറ്റാത്ത പ്രിഫറൻസ് ഷെയർ ആണ് ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്നുള്ളത്. ഇനി കമ്പനി പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ അത് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. എന്താണത് ഇഷ്യൂ ചെയ്യുന്നത്, എന്താണത് റീപേ ചെയ്യുന്നത്, എത്രയാണ് റീപേ ചെയ്യുന്ന എമൗണ്ട്, അല്ലേ? എത്ര രൂപയാണ് അത് റീപേ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ അത് ടേംസ് ആൻഡ് കണ്ടീഷൻ പ്രകാരം അതൊക്കെ സംസാരിക്കും. ഓക്കെ, അത് പ്രകാരമാണ് റിഡംഷൻ നടക്കുന്നത്. ഇനി മെയിനായിട്ടും കമ്പനി സെക്ഷൻ 55 പ്രകാരം കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 55 പ്രകാരം കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറുമായി ബന്ധപ്പെട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ഷെയർസ് റിഡീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി പെയ്ഡപ്പ് പ്രിഫറൻസ് ഷെയർ മാത്രമേ റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഫുള്ളി പെയ്ഡപ്പ് പ്രിഫറൻസ് ഷെയർ മാത്രമേ റിഡംഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഏതെങ്കിലും ഷെയർസ് പാർട്ലി പെയ്ഡപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കി ഫൈനൽ കോൾ വിളിച്ച് ഫുള്ളി പെയ്ഡപ്പ് ആക്കിയതിൻ്റെ ശേഷം മാത്രമേ റിഡംഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കോസ്റ്റിലൊക്കെ തരാം പാർട്ലി പെയ്ഡപ്പ് ഷെയർസ് ആണ്, അത് റിഡംഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ലി പെയ്ഡപ്പ് ഷെയർസിനെ ആദ്യം ഫൈനൽ കോൾ വിളിച്ച് ഫുള്ളി പെയ്ഡപ്പ് ആക്കുന്നു. എന്നിട്ട് അതിന് ശേഷം മാത്രമാണ് റിഡംഷൻ ചെയ്യാനുള്ള എൻട്രിയും റിഡംഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ, ദ ഷെയർസ് ഷുഡ് ബി റിഡീംഡ് ഐദർ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓർ ബോത്ത് കോമ്പിനേഷൻ. അത് റിഡീം ചെയ്യുന്നത് ഒന്നിരിക്കുക അത് പ്രോഫിറ്റിൽ നിന്നാവാം, അല്ലെങ്കിൽ പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്ത് അങ്ങനെ ഫണ്ട് കണ്ടെത്തിയിട്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിബഞ്ചറിൻ്റെ കേസിൽ 4 മെത്തേഡ്സ് പറഞ്ഞിരുന്നു. ഇവിടെ 2 മെത്തേഡ്സേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ഏതാണ്? ഔട്ട് ഓഫ് പ്രോഫിറ്റും നെക്സ്റ്റ് വൺ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ, അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ. ഓക്കെ, മൂന്നാമത്തെ കണ്ടീഷൻ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ്. റിഡംഷൻ ചെയ്യുന്ന സമയത്ത് പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ
പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ ആ പ്രീമിയം കണ്ടെത്തുന്നത് അത് ഒന്നിരിക്കൽ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്നോ അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്നോ ആയിരിക്കണം. അപ്പോൾ കമ്പനി ഒരു 1 lakh പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 10% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുമ്പോൾ 1,10,000 എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ ഈ 10,000 എന്നുള്ളത് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ്, പ്രീമിയം ഓൺ റിഡംഷനാണ് അല്ലേ. അപ്പോൾ ഈ പ്രീമിയം ഓൺ റിഡംഷന് ഈ പ്രീമിയം കണ്ടെത്തുന്നത് അത് ഏതിൽ നിന്നായിരിക്കണം, ഒന്നിരിക്കും അത് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്നും ആവാം അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നാവാം. ഒരു പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ആ ഫണ്ട് കണ്ടെത്തിയിട്ട് ആ പ്രീമിയം കൊടുക്കാൻ പറ്റില്ല എന്ന് സാരം. ഓക്കെ. 4ാമത്തെ കണ്ടീഷൻ, where any such shares are redeemed out of profit, an amount equal to the nominal value of shares to be redeemed must be transferred out of the divisible profit to CRR account. പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്നത് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എത്രയാണോ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്നത് ആ പ്രിഫറൻസ് ഷെയറിൻ്റെ നോമിനൽ വാല്യൂ ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നും CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ റിസർവ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതിൽ നിന്ന് CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. CRR മീൻസ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്സ് അക്കൗണ്ട്. അപ്പോൾ എത്രയാണോ പ്രിഫറൻസ് ഷെയർ, എത്ര പ്രിഫറൻസ് ഷെയറാണ് നമ്മൾ റിഡീം ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോമിനൽ വാല്യൂ പ്രോഫിറ്റിൽ നിന്ന്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ ജനറൽ റിസർവ്സിൽ നിന്നോ എന്ന് വെച്ചാൽ ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്ന് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. 5ാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്സ് അക്കൗണ്ട് അത് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമേ അത് യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂ. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്സ് അക്കൗണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ ദി ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർ. ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ CRR ഉപയോഗിക്കുള്ളൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, മെത്തേഡ്സ് ഓഫ് റിഡംഷൻ. മെത്തേഡ്സ് ഓഫ് റിഡംഷൻ 3 ഉണ്ട്. ഒന്ന് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ, ദെൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓരോ മെത്തേഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദ ഫസ്റ്റ് മെത്തേഡ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ. ആ റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രീസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫുള്ളി പെയ്ഡപ്പ് പ്രിഫറൻസ് ഷെയർ മാത്രമേ റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുള്ളി പെയ്ഡപ്പ് അല്ല എങ്കിൽ, പാർട്ലി പെയ്ഡപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനെന്താക്കണം, ഫുള്ളി പെയ്ഡപ്പ് ആക്കണം. Okay, first see whether the redeemable preference share are fully paid up or partly paid up. Okay, if they are partly paid up, pass the following journal entries to make them fully paid up. അപ്പോൾ പാർട്ലി പെയ്ഡപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനെന്താക്കണം, ഫുള്ളി പെയ്ഡപ്പ് ആക്കണം. അപ്പോൾ ഫുള്ളി പെയ്ഡപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ ഫൈനൽ കോൾ വിളിക്കണം. ഫൈനൽ കോൾ വിളിക്കുമ്പോൾ എൻട്രി എന്താ വരാം, ഫൈനൽ കോൾ വിളിക്കുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അപ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ദെൻ അത് പേയ്മെൻറ്റ് നടത്തുമ്പോൾ, ഷെയർ ഹോൾഡേഴ്സ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ അത് എമൗണ്ട് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ് ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. ഓക്കെ, നമ്മൾ ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള എൻട്രീസ് ആണ്. ഇനി കോൾ സിനാരിയോസ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, അതും റിസീവ് ചെയ്യണം. അപ്പോൾ കോൾ സിനാരിയോസ് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ് ടു കോൾ സിനാരിയോസ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യം പാർട്ലി പേഡപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താക്കിയതിനെ ഫുള്ളി പേഡപ്പ് ആക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റിഡംഷൻ ചെയ്യാം. പക്ഷേ ഇവിടെ റിഡംഷൻ ചെയ്യുന്നത് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂവിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് വേണം റിഡംഷൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ. അപ്പോൾ നെക്സ്റ്റ് ഫ്രഷ് ഇഷ്യൂമായി ബന്ധപ്പെട്ടുള്ള എൻട്രി, പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, അപ്പോൾ നമുക്ക് ഫണ്ട് റേസ് ചെയ്യുന്നു. അപ്പോൾ ഫ്രഷ് ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻട്രിയാണ്. ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി എന്താണ്, പാർലാണെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ അല്ലേ. ബാങ്ക് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാപിറ്റൽ ലാബിലിറ്റി ആണ്, ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യുന്നു. പ്രീമിയത്തിലാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം. ഓക്കെ, ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, ഷെയർ ക്യാപിറ്റലിലേക്കും ഡിബഞ്ചർ അക്കൗണ്ടിലേക്കും ഒക്കെ അതിൻ്റെ നോമിനൽ വാല്യൂ ആണ് വരിക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ അറ്റ് ഡിസ്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഇത് ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻട്രിയാണ്. ഇനി റിഡംഷൻ ആയി കഴിഞ്ഞാൽ, ഡ്യൂ ആയി. ഓക്കെ, റിഡംഷന് ജേണൽ എൻട്രി ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. റിഡംഷൻ ഡ്യൂ ആകുമ്പോൾ അത് പാറിലാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ 1 lakh പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അത് റിഡീം ചെയ്യുന്നത് 1 lakhലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എൻട്രി എന്ത് വരും, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ അവിടെ ഇല്ലാതായി പോവുകയാണ് അല്ലേ. പ്രിഫറൻസ് ഷെയർ എന്ന് വെച്ചാൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അവിടെ റെഡ്യൂസ് ചെയ്യുമ്പോൾ
ലാബിലിറ്റി റെഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതുപോലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഒരു പുതുതായിട്ടുള്ള ലാബിലിറ്റി അവിടെ എറൈസ് ചെയ്യണം. അപ്പോൾ ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 1 lakh അല്ലേ. അപ്പോൾ ഡ്യൂ ആകുമ്പോൾ എൻട്രിയാണ്, പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല, പേയ്മെൻറ്റ് നടത്തുമ്പോൾ എൻട്രി എന്ത് വരും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക്. ഓക്കെ, പാർലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ റിഡംഷൻ്റെ എൻട്രി ചെയ്യുന്നത് പോലെ തന്നെയാണ്. ദെൻ ഇനി ഡിബഞ്ചർ പ്രിഫറൻസ് ഷെയർ പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞു പ്രിഫറൻസ് ഷെയർ പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ ആ പ്രീമിയം എമൗണ്ട് എവിടുന്നാണ്, ആ പ്രീമിയം എമൗണ്ട് റിഡംഷൻ ചെയ്യുന്ന സമയത്തുള്ള ആ പ്രീമിയം എമൗണ്ട് എവിടുന്നാണ് കണ്ടെത്തേണ്ടത്, ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്നോ അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നോ. അപ്പോൾ നമ്മൾ ആ റിഡംഷൻ ചെയ്യുന്ന സമയത്തുള്ള പ്രീമിയം എവിടുന്ന് ഫണ്ട് കണ്ടെത്തുന്നു, എവിടുന്ന് കണ്ടെത്തുന്നത്, സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ അതിന് നമ്മൾ ഫോർ പ്രൊവൈഡിങ് പ്രീമിയം ഓർ റിഡംഷൻ ഔട്ട് ഓഫ് സെക്യൂരിറ്റി പ്രീമിയം ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനുള്ള ഫണ്ട് ആ എമൗണ്ട് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ എൻട്രി എന്ത് വരും, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ അക്കൗണ്ട്. ക്ലിയർ? ഇത്രേ ഉള്ളൂ. എത്രയാണോ പ്രീമിയം റിഡംഷൻ ചെയ്യുന്ന സമയത്ത് എത്രയാണോ പ്രീമിയം, ആ പ്രീമിയം സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ എടുക്കുക. ഓക്കെ, ഇനി പ്രീമിയത്തിലാണ് നിങ്ങൾ ഡ്യൂ ആകുമ്പോൾ എൻട്രി റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ്, പ്രീമിയം കൂടി ഉണ്ടെങ്കിൽ ആ പ്രീമിയം കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ 1,10,000 പ്രീമിയം ആണെങ്കിൽ ആ 10,000 കൂടിയിട്ടാണ് ആർക്ക് കൊടുക്കാനുള്ളത്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത്. ഓക്കെ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലേക്ക് അപ്പോൾ നോമിനൽ വാല്യൂ ആണ് വരിക, എത്രയാണ്, 1 lakh. പ്രീമിയം എത്രയാണ്, 10% ആണെങ്കിൽ 10,000 പ്രീമിയം കൂടിയിട്ട് ആർക്ക് കൊടുക്കണം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ലാബിലിറ്റി അവിടെ ഒരു പുതിയൊരു ലാബിലിറ്റി വരുന്നു. അത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് നടത്തുമ്പോൾ എൻട്രി എന്ത് വരും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. നോട്ട് ഇഫ് പ്രിഫറൻസ് ഷെയർ ആർ റിഡീംഡ് അറ്റ് പ്രീമിയം, സച്ച് പ്രീമിയം ഓൺ റിഡംഷൻ ഈസ് പ്രൊവൈഡഡ് ഔട്ട് ഓഫ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ജനറൽ റിസർവ്സ്. ക്ലിയർ? ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഈ ലിമിറ്റഡ് ഹാഡ് 8,000 8% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഓഫ് ₹25 ഈച്ച്. അതിൽ 20 കോൾഡ് അപ്പ് ഉള്ളൂ. അപ്പോൾ 25 രൂപയുടെ 8,000 ഷെയർസ് ഉണ്ട്. 8% എത്ര ഷെയർ ഉണ്ട്, 8,000 ഷെയർസ് ഉണ്ട്. അതിൽ 20 ആണ് കോൾഡ് അപ്പ് ഉള്ളൂ. അപ്പോൾ അൺകോൾഡ് എമൗണ്ട് ആണ് എത്രയാണ്, ₹5 ആണ്. The company decided to redeem the preference share at 5% premium. 5% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. ബൈ ദ ഇഷ്യൂ ഓഫ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഓഫ് 10 each ഫുള്ളി പെയ്ഡ് അപ്പ് അറ്റ് പ്രീമിയം ഫുള്ളി പെയ്ഡ് അപ്പ് അറ്റ് പ്രീമിയം 10% പാസ് ജാലൻട്രി റിലേറ്റിംഗ് ടു റിഡംഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. റിഡംഷൻ ചെയ്യാണ്, 8,000 പ്രിഫറൻസ് ഷെയർ ആണ് റിഡീം ചെയ്യുന്നത്. ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 25 ആണ് അതിൻ്റെ പ്രിഫറൻസ് ഷെയറിൻ്റെ വാല്യൂ എന്നാണ്. പക്ഷേ കോൾഡ് അപ്പ് ചെയ്തിട്ടുള്ളത് 20 ആണ്. അപ്പോൾ 5 എന്ത് ചെയ്തിട്ടില്ല, കോൾ ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഫൈനൽ പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസ് ആണ്. അപ്പോൾ അതിനെന്താക്കണം, അവിടെ ഫുള്ളി പെയ്ഡപ്പ് ആക്കണം. പിന്നെ അതുപോലെ ഇത് റിഡീം ചെയ്യുന്നത് 5% പ്രീമിയത്തിലാണ്. അപ്പോൾ ആ പ്രീമിയം എമൗണ്ട് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്നോ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ഇനി ഇവിടെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള എൻട്രി. അപ്പോൾ ആദ്യം നമ്മൾ പാർട്ട്ലി പെയ്ഡപ്പുള്ള ഷെയർസിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കുന്നു. ഓക്കെ, 5 രൂപ വെച്ചിട്ട് 8,000 ഷെയർസിന് ഫൈനൽ കോൾ വിളിക്കുന്നു. അപ്പോൾ എൻട്രി എന്ത് വരും, പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ടു 8% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് 8,000 into 5 ദാറ്റ് ഈസ് 40,000. അത് ഡ്യൂ ആകുമ്പോൾ എൻട്രി ആണ്. അത് ഫൈനൽ കോൾ റിസീവ് ചെയ്യുമ്പോൾ മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി എന്ത് വരും, ബാങ്ക് അക്കൗണ്ട് അപ് ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ദാറ്റ് ഈസ് 40,000. ക്ലിയർ? അപ്പോൾ നമ്മൾ അതിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കി മാറ്റി. ഇനി ആ ഫണ്ട് കണ്ടെത്തുന്നത് എന്തിൽ നിന്നാണ്, പ്രിഫറൻസ് ഷെയർ പുതുതായിട്ട് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എൻട്രി എന്ത് വരും, ബാങ്ക് അക്കൗണ്ട് അപ് ടു. ഓക്കെ, എത്രയാണ്, എത്ര ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷെയർസ് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്താം. ഓക്കെ, ഇവിടെ മൊത്തം എമൗണ്ട് നമുക്ക് റിഡീം ചെയ്യാനുള്ളത് 8,000 into 25 എന്ന് വെച്ചാൽ 2 lakh.
ഓക്കെ 2 ലാക്ക് എമൗണ്ട് നമ്മൾ റിഡീം ചെയ്യണം അല്ലേ, 2 ലാക്ക് എമൗണ്ട് റിഡീം ചെയ്യണം. 5% പ്രീമിയമാണ്. ആ പ്രീമിയം നമുക്ക് പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടൊന്നും കണ്ടെത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 5% പ്രീമിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലാക്കിൻ്റെ 5% എന്ന് പറഞ്ഞാൽ 10,000. ഓക്കെ, ആ 10,000 നമ്മൾ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്നോ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയാണ് റിഡീം ചെയ്യേണ്ട പ്രിഫറൻസ് ഷെയർ? 2 ലാക്കാണ്. അപ്പോൾ അതിന് എത്ര കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണം? 10 രൂപയുടെ എത്ര ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യണം? 20,000 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ 20,000 ഇക്വിറ്റി ഷെയർസ് 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ 20,000 ഇക്വിറ്റി ഷെയർസ് എത്രയിലാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്? എത്രയാണ്? 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എൻട്രി എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് അപ്റ്റ്. ബാങ്ക് അക്കൗണ്ടിലേക്ക് എപ്പോഴും എത്രയാണോ റിസീവ് ചെയ്തത്, റിസീവ് ചെയ്യുമ്പോൾ 2 ലാക്ക് പ്ലസ് 10% പ്രീമിയം, ദാറ്റ് ഈസ് 2,10,000 വരും. ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് 2 ലാക്ക്, സെക്യൂരിറ്റി പ്രീമിയം 10,000. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് 10,000 വന്നു. ഓക്കെ, ഇനി ഈ സെക്യൂരിറ്റി പ്രീമിയം 10,000 നമുക്ക് ഇപ്പോൾ സെക്യൂരിറ്റി പ്രീമിയത്തിൽ എത്ര ഉണ്ട്? 10,000 ഉണ്ട്. ഈ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? റിഡംഷൻ സമയത്തുള്ള പ്രീമിയം കൊടുത്തു വിട്ടാൻ വേണ്ടിയിട്ട് ആ ഫണ്ട് ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ റിഡംഷൻ ചെയ്യുന്ന സമയത്തുള്ള പ്രീമിയം ഓൺ റിഡംഷനിലേക്ക് എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ എൻട്രി എന്ത് വരും? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് അപ് ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് 10,000. ഇപ്പോൾ ഇവിടെ സെക്യൂരിറ്റി പ്രീമിയത്തിൽ ഉള്ളത് കൊണ്ട് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് എടുത്തു. ഇനി ഇല്ല എങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കണം. ഓക്കെ, ഇപ്പോൾ എൻട്രി ഇതാണ്. നമ്മൾ പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ബാങ്ക് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം. ഓക്കെ, അപ്പോൾ റിഡംഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രയാണ് പ്രീമിയം? 5% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. അപ്പോൾ 2 ലാക്കിൻ്റെ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 10,000. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് അപ് ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്, ആ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുക? ആ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി അത് ഡ്യൂ ആകുമ്പോൾ എൻട്രിയാണ് 8% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു 2 ലാക്കാണ്. പ്രീമിയം ഓൺ റിഡംഷൻ, പ്രീമിയം ഇപ്പോൾ നമ്മൾ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് പ്രീമിയം ഓൺ റിഡംഷനിലേക്ക് എമൗണ്ട് ഇട്ടിട്ടുണ്ട് അല്ലേ. ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അതാണ് അവിടെ ഉപയോഗിക്കുന്നത്, യൂസ് ചെയ്യുന്നത്. പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് അപ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എത്ര കൊടുക്കാണ്ട്? 2,10,000. ഓക്കെ, അപ്പോൾ മൊത്തം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത് 2 ലാക്ക് പ്രിഫറൻസ് ഷെയറിൻ്റെ ക്യാപിറ്റലിൻ്റെ എമൗണ്ടും പ്ലസ് പ്രീമിയം 10,000 ഒക്കെ കൂടിയിട്ട് 2,10,000. ഇനി അത് പേയ്മെൻറ്റ് നടത്തുമ്പോൾ എൻട്രി എന്ത് വരും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക്, ദാറ്റ് ഈസ് 2,10,000. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ ഇവിടെ എത്ര എമൗണ്ട് അല്ലേ, എത്ര ഇക്വിറ്റി ഷെയർസാണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. നമ്മൾ ഡിബെഞ്ചറിൽ കണ്ടെത്തിയതുപോലെ തന്നെ ഇവിടെയും എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യണം എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ഇവിടെ നോമിനൽ വാല്യൂ ഷെയർസ് ടു ബി റിഡീംഡ് എത്രയാണ്? അതിൻ്റെ 2 ലാക്കാണ് റിഡീം ചെയ്യുന്നത്. ഓക്കെ, പ്രീമിയം 5% എന്ന് വെച്ചാൽ 2,10,000. അങ്ങനെ മൊത്തം റിഡീം ചെയ്യാനുള്ളത് 2,10,000 ആണ്. പക്ഷേ ഈ പ്രീമിയം നമുക്ക് റിഡീം ചെയ്യുന്നതിന് പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടായിരുന്നു കണ്ടെത്താൻ പാടില്ല. അത് ഇതിൻ്റെ ഫണ്ട് കണ്ടെത്താൻ പാടുള്ളൂ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്നോ അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നോ. അപ്പോൾ നമുക്ക് എത്രയാണ് പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് എത്ര ഫണ്ട് പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് എത്ര രൂപയാണ്, എത്ര എമൗണ്ടാണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്നുള്ളത് എത്രയാണ്? 2 ലാക്കാണ് നമുക്ക് റേസ് ചെയ്യേണ്ടത്. അപ്പോൾ 10 രൂപേൻ്റെ ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തം 20,000 ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2 ലാക്ക് കിട്ടും. ഓക്കെ, ഓൺലി ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഓൺലി ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ഇഷ്യൂ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി റിഡംഷൻ ബട്ട് നോട്ട് പ്രീമിയം. ഓക്കെ, അപ്പോൾ പ്രീമിയം നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ആ പ്രീമിയം കണ്ടെത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രീമിയം ക്യാൻ ബി യൂസ്ഡ് പ്രൊവൈഡിങ് ദി റിഡംഷൻ പ്രീമിയം. അപ്പം റിഡംഷൻ സമയത്തുള്ള പ്രീമിയം സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്നോ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ്. അതാണ് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത്, അതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഡൗട്ടും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.